സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യം. എഴുപത്തിനാലാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. കോവിഡ് വാക്സിൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ആരോഗ്യരംഗം ഡിജിറ്റലാകുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പരമാധികാരത്തിൽ കണ്ടുവച്ചവർക്ക് ശക്തമായ മറുപടി നൽകിയതായും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. ഒരു മണിക്കൂർ 25 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ കോവിഡ് പ്രതിരോധമടക്കം ആരോഗ്യമേഖലയെ സംബന്ധിച്ചും ആത്മനിർഭർ ഭാരത് പദ്ധതിയെക്കുറിച്ചുമാണ് പരാമർശിച്ചത്. കോവിഡ് പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു പോരാടുമെന്നും പ്രതിസന്ധി കാലത്തെ മറികടക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ 3 പരീക്ഷണങ്ങൾ നടക്കുകയാണെന്നും എത്രയും വേഗം മരുന്നുകൾ തയ്യാറാകുമെന്നും മോദി. वैक्सीन हर भारतीय तक कम से कम समय में कैसे पहुंचे उसका खाका भी तैयार है, उसका रूपरेखा भी तैयार है. ആരോഗ്യമേഖലയ്ക്കായി ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷനും പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം ഓരോ പൗരനും ഓരോ തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും. പരിശോധന, രോഗം സംബന്ധിച്ച വിവരങ്ങൾ, ഏത് ഡോക്ടർ ഏതു മരുന്ന് നൽകി തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കും. भारत के हेल्थ सेक्टर में ये एक नई क्रांति ले आएगा. इलाज में आने वाली परेशानियां कम करने के लिए टेक्नोलॉजी का बहुत सुविचारित रूप से उपयोग होगा. ആത്മനിർഭർ ഭാരത് 130 കോടി ഇന്ത്യക്കാരുടെ മന്ത്രമായി മാറി. കർഷകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായി 1 ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന വികസന ഫണ്ട് പ്രഖ്യാപിച്ചു. രാജ്യത്ത് 110 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുമെന്നും 7000 പദ്ധതികൾ ഇതിനു കീഴിൽ കണ്ടെത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യക്കൊപ്പം മേക്ക് ഫോർ വേൾഡ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകണം. അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കണ്ണുവെച്ചവർക്കെതിരെ അതേ ഭാഷയിൽ പ്രതികരിച്ചു. ലഡാക്കിൽ എന്തു സംഭവിച്ചെന്ന് ലോകം കണ്ടതാണെന്നും മോദി. एलओसी से लेकर एलएसी तक देश की संप्रभुता पर जिस किसी ने आंख उठाई, देश की सेना ने, हमारे वीर जवानों ने उसका उसी की भाषा में जवाब दिया. ജമ്മു കശ്മീർ വികസനത്തിന്റെ പാതയിലായെന്നും മണ്ഡല പുനർനിർണയം പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും മോദി അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. മുഖ്യമന്ത്രി കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തിരുവനന്തപുരത്ത് പതാക ഉയർത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോവിഡിനെ അതിജീവിക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ദൈനംദിന ജീവിതത്തെയാകെ ഈ മഹാമാരി പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. രോഗം വരാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും എല്ലാവരും അതീവ ജാഗ്രത ഇനിയും തുടർന്നേ പറ്റൂ. കാസർഗോഡ് മന്ത്രി ഇ ചന്ദ്രശേഖരനും ഇടുക്കിയിൽ മന്ത്രി എം മണിയും കോട്ടയത്ത് മന്ത്രി പി തിലോത്തമനും പതാക ഉയർത്തി. തൃശൂരിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് ദേശീയ പതാക ഉയർത്തി. മന്ത്രിമാരും കളക്ടർമാരും നിരീക്ഷണത്തിലായ ജില്ലകളിൽ ADM ആണ് പതാക ഉയർത്തിയത്. പത്തനംതിട്ടയിൽ മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലീത്ത മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റവും
സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ മിക്കയിടങ്ങളിലും മാർച്ച് പാസ്റ്റും ഗാർഡ് ഓഫ് ഓണറും ഒഴിവാക്കിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ 2 ദിവസമായി 15 മണിക്കൂറിലധികം ശിവശങ്കരനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം. ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക സ്വാധീനമുണ്ടെന്ന് സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിരുന്നു. ശിവശങ്കർ വഴിയാണ് ഈ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞതെന്നും സ്വപ്ന എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലും എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. സ്വപ്നയുടെ ഇടപാടുകൾ സംശയിക്കത്തക്കതാണെന്ന് എം ശിവശങ്കറിന് അറിയാമായിരുന്നു. പ്രളയ സഹായം സംഘടിപ്പിക്കാനായി UAE പോയ സർക്കാർ സംഘത്തിൽ ഇരുവരും ഉണ്ടായിരുന്നു തുടങ്ങിയവയാണ് എൻഫോഴ്സ്മെന്റിന്റെ ആരോപണങ്ങൾ. ശിവശങ്കറിനെ ചോദ്യം ചെയ്താൽ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും എൻഫോഴ്സ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 4 മണിക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ശിവശങ്കറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശിവശങ്കറിന് ചില അസൗകര്യങ്ങൾ ഇന്ന് ഹാജരാകുന്നതിന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് എത്തിയിട്ടില്ല, ഉറച്ച ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഇന്നോ നാളെയോ ഹാജരാകണം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യം. ശരി ശ്രീനാഥ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി മുൻ അംഗത്തിന്റെ കത്ത് പുറത്തുവിട്ട ന്യൂസ് 18. റൺവേ 10 അപകട സൂചന നൽകുന്ന കത്ത് കേന്ദ്ര വ്യോമയാന അധികൃതർക്ക് നൽകിയിരുന്നു. തെളിവുകളും ചിത്രങ്ങളും സഹിതം ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ കത്ത് നൽകിയത് 9 വർഷങ്ങൾക്ക് മുമ്പാണ്. മഴയുള്ളപ്പോൾ ലാൻഡ് ചെയ്യുന്ന വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുകയില്ല എന്നതുൾപ്പെടെ റൺവേയിലെ പോരായ്മകളായിരുന്നു കത്തിലുണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് കത്തിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, ആഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് നാടിനെ, രാജ്യത്തെ, ലോകത്തെ തന്നെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തം ഉണ്ടാകുന്നത്. 18 പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ 10-ന്റെ സുരക്ഷാ വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിന് കാരണം എന്നടക്കമുള്ള പരാമർശങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാകുന്നത്. അതായത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മംഗളൂരു വിമാന അപകടത്തിന് ശേഷം കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി അംഗവും മുൻ പൈലറ്റുമായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ 2011 ജൂൺ മാസം 17-ാം തീയതി വ്യോമയാന സെക്രട്ടറിക്കും, കേന്ദ്ര വ്യോമയാന സെക്രട്ടറി ഡോക്ടർ നസീം സെയ്ദിക്കും, ഒപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഭരത് ഭൂഷണും എഴുതിയ കത്താണ് ന്യൂസ് 18 ലഭിച്ചത്. ഈ കത്തിൽ വളരെ വിശദമായി തന്നെ ചിത്രങ്ങളും ഒപ്പം തന്നെ തെളിവുകളും സഹിതം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ 10-ലെ അപകട സൂചനകൾ, സുരക്ഷാ വീഴ്ചകൾ വിശദമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ അതുമായി ബന്ധപ്പെട്ട് നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ വലിയൊരു അപകടം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നു. ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കൃത്യം 9 വർഷം മുമ്പ് ഈ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ വ്യോമയാന അധികൃതർക്ക് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഉള്ള തെളിവുകൾ, ആ കത്തുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ടേബിൾ ടോപ്പ്. പ്രകാശ്, ഒരു നിമിഷം. ഇപ്പോൾ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ നമ്മളോട് കൂടെ ചേരുന്നു സ്കൈപ്പ് വഴിയും. ശ്രീ മോഹൻ രംഗനാഥൻ, എന്തൊക്കെയാണ് പ്രോബ്ലംസ് ആ റൺവേക്ക് താങ്കൾ ഐഡന്റിഫൈ ചെയ്തത്? I can't speak in Malayalam. I'll speak in English if it's okay. Okay, sir. Yeah. See, when I did the inspection, Calicut runway on 10 has got a very steep downslope. And usually when people land, they will be landing near the top of that hump. And if it's raining, and during inspection, we found there are heavy rubber deposits on the beginning of runway 28, which is the landing end for runway 10. And aircrafts which are landing, when it's raining, you will not have any braking action because there'll be no friction. And beyond the end of the runway, there's a 250-foot drop. So I had warned them saying that
if you land with tailwind and rain on a runway where the friction qualities are very poor, you're bound to have a similar accident to what happened in Mangalore. So that is why I said that you should not have that. And I want them nine years back. And I gave photographs to show what are the dangers. And I've even shown the amount of rubber on the runway. But they said they have done it. But from what I hear, I've seen audit reports of 2014 and 2016 and all that. They have not done anything other than cover the sort of a pit which had the concrete structure for the localizer. Beyond that, they've not done anything in Calicut. Even the rubber removal which they do is not with a modern equipment, it is with an outdated equipment. It cannot remove the rubber completely. And I understand even in July 19, when the safety audit was done before the licensing of airport, they have flagged heavy rubber deposits and cracks on the runway, which means whatever we had pointed out in 2011 and 2012 still continues there without rectification. സർ, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 9 വർഷം മുമ്പ് കൊടുത്ത കത്തിൽ റെക്ടിഫിക്കേഷൻ വർക്കുകൾ നടന്നിരുന്നു, പക്ഷെ അത് പ്രോപ്പറല്ല, കൃത്യമായിരുന്നില്ല അല്ലേ? No, if you have the same faults being repeated at every audit, it just shows that it is not being done correctly. Or it is just on paper they take. I've seen several times they will say that we have done it, but when you go and inspect, you'll find nothing is done. So on paper they will say it is done, that is done. But I've seen inspections in Mangalore, I've done inspection in Calicut and other places, and I found that it is only on paper they say that we've done. The DGCA audit team will go, they will say that these are the faults we have found, but they don't follow up to enforce. See, only if you suspend the license of an airfield will they act. If you keep renewing, even when there are faults, then the airport authority know that they can do what they want, and DGCA knows what they want. And unless and I'm sorry to say that unless the courts come down and hold people like DGCA and airport authority heads accountable and punish them, nothing will happen in this country. സോ വൺ മോർ തിങ്, ഈ ലെറ്ററിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ്, അതിൽ മഴയുള്ള സമയത്ത് വെതർ ക്ലൈമറ്റ് കണ്ടീഷൻസ് മോശമാവുമ്പോൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാവുന്നു എന്ന് സാറ് മെൻഷൻ ചെയ്തിരുന്നു. ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴും മഴയുണ്ടായിരുന്നു സാർ? Okay, see what happens is when there is heavy rain, you have a film of water flowing down the windshield, even though we have very strong and high-speed windshield wipers. But what happens is when you have a thick film of water, it sort of creates an illusion that it's bending. You will never, in fact, I have a photograph which I highlighted in one of the presentations in the CASAC meeting. I had sent it to Mr. Shenoy. He may probably be able to show it to you. And in that, I've shown what the pilot sees during heavy rain from the cockpit. You know, it's very easy for people to say that, oh, he could have landed on the runway or he could have landed on this spot. But you only see a vague outline of the runway lights. In fact, the DGCA car itself says that you should have centerline lighting. And that was in 2013. They have identified in one of the safety audits that there is no centerline lighting. And it is 2020 now, and a fatal accident has taken place. And they have not implemented that centerline lighting till today. It's a very, very serious offense. You can blame just say that it is a pilot fault. That's what that DGCA fellow said. But, you know, it is an insult, and he doesn't know what he's talking about. It is very obvious that safety standards of the airport are very, very poor. And if they continue operation there in rain and let people land on 10, you will have another fatal accident. അഡ്വക്കേറ്റ് ഷെനായ് കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ഷെനായ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു എന്തൊക്കെയാണ് ഫോൾട്ട് എന്നുള്ളത്. അത് കറക്റ്റ് ചെയ്തു എന്ന് പേപ്പറിലുണ്ട്, ബട്ട് അത് പ്രാക്ടിക്കലി ആയിട്ടില്ല എന്നുള്ളതാണ്. ആ ഫോൾട്ട് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്?
അത് അബ്സല്യൂട്ട്ലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവര് എല്ലാ ഓഡിറ്റിലും ഒരേ പ്രോബ്ലം കാണിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന എന്താണ്, ആ പ്രോബ്ലം കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. ഞാൻ എൻ്റെ ഈ കോടതി ഇപ്പം കോടതിയിൽ ഫയൽ ചെയ്ത PIL 2011 ഒരു എയർപോർട്ട് അതോറിറ്റി ഒഫീഷ്യലിന്റെ CBI സ്റ്റേറ്റ്മെന്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ CBI സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, ഒറ്റൊരു പാരഗ്രാഫ് മാത്രം. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ എഴുതുകയാണ്, so far my experience is concerned, I have never seen a runway having depressions more than 15 to 25 mm, that too mainly in wheel movement areas of runway after 4 to 5 years of their use by aircraft after the recarpeting is made. If the depressions of such huge thickness require laying of average 91 mm to 106 mm of thickness of bituminous macadam are observed in a runway surface, then such runway is not supposed to be used by aircraft, mainly especially when the runway is tabletop. If the depressions in the runway are more than 40 to 50 mm, under such conditions, it is difficult to control the high-speed aircraft once aircraft deroute from the central line due to major irregularity in runway riding surface of 40 to 50 mm or more, and no one can stop the major accident. No one can stop the major accident. ഇത് എയർപോർട്ട് അതോറിറ്റിയുടെ ഓൺ എംപ്ലോയി CBIന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വർക്ക് എയർപോർട്ടിൽ നടക്കുന്ന വർക്ക് ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ പോയി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് DGCA ഇല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ആക്സിഡന്റ് നടന്നത്, ഇപ്പം മംഗലാപുരം ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ 13 വർഷം മുന്നേ 1997 ഫസ്റ്റ് വാർണിംഗ് കിട്ടി. ഈ കാലിക്കറ്റ് ആക്സിഡന്റ് അവരുടെ വാർണിംഗ് കുറെ മുന്നേ ആണെങ്കിൽ ഇപ്പോൾ ഈ ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്ന പോലെ 9 years മുമ്പ് വാർണിംഗ് കിട്ടി, ചെയ്തില്ല. ഇനിയും ഞാൻ പറയുകയാണ്, ഇവർ പഠിച്ചിട്ടില്ല. ഇവർ ഇപ്പോഴും ആ റൺവേ ഓപ്പറേഷണൽ ആയിട്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒന്ന് ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ എടുത്ത് നോക്കി, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ദേ ആർ ഓൾ ഗോയിങ് ബാക്ക് ടു ലാൻഡ് അറ്റ് കാലിക്കറ്റ് എയർപോർട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന്, ഇപ്പം ഇൻ വേർഡ്സ് ഓഫ് ക്യാപ്റ്റൻ രംഗനാഥൻ, he says there is nothing that prevents lightning from striking twice. അതുകൊണ്ടാണ് ഞാൻ ഈ PIL ഇത്ര ഇമ്മീഡിയറ്റ് ആൻഡ് അർജന്റ്ലി ഞാൻ മൂവ് ചെയ്തിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി തന്നെ അവരുടെ ഓൺ ഡോക്യുമെന്റ്, ഞാൻ പറയുന്നതോ ഇതിലിപ്പോ നിങ്ങൾ പറയുന്ന ഈ വലിയ റിസ്ക് ഉള്ളത് 2 റൺവേ, അത് 10 ആണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടെന്ന് പറയുന്നത്. 28 സേഫ് ആണോ? സാർ, ഈ 10 and 28 എന്ന് പറഞ്ഞ ഒറ്റ റൺവേയാ. ഒരു റൺവേ ഒരു സൈഡിൽ നിന്ന് ഒരു ദിക്കിൽ നിന്ന് നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ അത് 28, മറ്റേ ദിക്കിൽ നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ 28 ആംഗിളിൽ നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ സേഫ് ആണോ? ആംഗിൾ അല്ല ഇതില്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ റൺവേ ഉണ്ടല്ലോ, സ്ട്രിപ്പ്, എയർവേ സ്ട്രിപ്പ്, അത് തന്നെ ബാഡ്. ഇറ്റ്സ് റിയലി ബാഡ്. അവിടെ സ്കോപ്പ് ഓഫ് എറർ, മാർജിൻ ഓഫ് എറർ ഈസ് സീറോ. അങ്ങനത്തെ ഒരു റൺവേയില് നിങ്ങൾ ലെഫ്റ്റിൽ പോകാനില്ല, റൈറ്റിലില്ല, നേരെ ഇല്ല, ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു റൺവേ ആണ് ഇവർ ഓപ്പറേഷണലാക്കി ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുകയാണ്, ഈ മൺസൂൺ തീരുന്ന മുന്നേ, ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഏവിയേഷൻ ആക്സിഡന്റ് നെവർ ഹാപ്പൻസ് ഫോർ എ സിംഗിൾ റീസൺ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭയങ്കരമായിട്ടുണ്ട് ഒരെണ്ണം, അത് ഈ പൈലറ്റ്സിന്റെ മൈൻഡിലുള്ള സ്ട്രെസ്, അവരുടെ ജോലി, അവരുടെ മനസ്സിലാക്കുന്നു. ഏതായാലും ഞാൻ ഇപ്പോൾ അനുമോദ് കൂടി ചേരുന്നു. അനുമോദ് കരിപ്പൂർ നമ്മുടെ അവിടുത്തെ പ്രതിനിധിയാണ്. അനുമോദ്, ഈ പോയിന്റ് ചെയ്തിരുന്നു ഈ 9 വർഷം മുമ്പത്തെ കത്തിൽ ഈ വക പ്രശ്നങ്ങൾ, അതിനുശേഷം അവിടെ വിവിധ പണി നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അത് എത്രമാത്രം പൂർത്തിയായിട്ടുണ്ട് അനുമോദ്? ഓക്കെ, അനുമോദിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ വിശദീകരിക്കുന്നു. എത്രമാത്രം കരിപ്പൂരിൽ എന്തൊക്കെ ജോലികളാണ് അവിടെ നടന്നത്, അതിനുശേഷം റൺവേ അനുമോദ്, റൺവേയിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു 9 വർഷം മുമ്പേ. അത് കൃത്യമായി അതിൻ്റെ ആ കത്താണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ആ കത്തനുസരിച്ച് ചില പ്രവർത്തികൾ അവിടെ നടന്നിരുന്നു. പക്ഷേ ആ പ്രവർത്തികൾ പ്രോപ്പർ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടുപേരും തന്നെ വ്യക്തമാക്കുന്നത്. ക്യാപ്റ്റൻ രംഗനാഥനും അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അനുമോദ്, എന്തൊക്കെയാണ് അവിടെ നടന്ന പ്രവർത്തികൾ? ഗോപി, 2012 ഈ എയർപോർട്ടിന്റെ അന്നത്തെ ഡയറക്ടറും അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷണൽ മാനേജറും സമാനമായൊരു റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് കരിപ്പൂർ റൺവേയിൽ സമഗ്രമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചത്. 2015 മുതൽ 3 വർഷമെടുത്താണ് ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്.
നമുക്ക് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അവിടെ പ്രധാനമായിട്ടും നിർമ്മിച്ചത് റിസയാണ്. അതായത് മുൻപ് റിസ, അതായത് റൺവേക്ക് ശേഷമുള്ള ചതുപ്പ് നിലം, വാഹനം റൺവേയിൽ നിന്ന് പോയാലും ഈ ചതുപ്പിൽ തങ്ങി അല്ലെങ്കിൽ അവിടെ നിയന്ത്രണ വിധേയമായി നിൽക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സ്ഥലമാണ് റിസ നിർമ്മിച്ചു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അവിടെ നടത്തിയിട്ടുള്ളത് ഈ കാർപ്പറ്റ്, അതായത് മുഴുവനായും റീകാർപ്പറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി. റൺവേ മുഴുവനായും പൊളിച്ച് രണ്ടാമത് റീകാർപ്പറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ പൂർത്തിയാക്കിയത്. അതിന് 3 വർഷം പ്രധാനമായിട്ട് എടുത്തത് അതുകൊണ്ടാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് പോലെ റബ്ബർ വലിയ തോതിൽ അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിമാനം ഇറങ്ങുമ്പോൾ അതിന്റെ ടയറിന്റെ റബ്ബറിന്റെ അംശം ഈ റൺവേയിൽ പറ്റിപ്പിടിക്കും. ഇത് വളരെയധികം ഈ റൺവേയിൽ ഈ റബ്ബറിന്റെ അംശം ഈ വിമാനം ഇറങ്ങുമ്പോൾ ഇടറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിലവിലെ റൺവേ ടെലിഫോണിൽ അവ്യക്തത, ഞാൻ റേഞ്ച് കൃത്യമാവുന്നില്ല. ശ്രീ രംഗനാഥൻ, താങ്കളിലേക്ക് ഒരിക്കൽ കൂടി. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞ് താങ്കൾ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ, അതിനുള്ള വർക്ക് നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ താങ്കളുടെ നിരീക്ഷണത്തിൽ അത് പൂർണ്ണമായും റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തിലെ സ്കൈപ്പിൽ ഒരു ചെറിയ പ്രശ്നം. ശ്രീ ഭരത് ഭൂഷണാണ് ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നത്. ശ്രീ ഭരത് ഭൂഷണെ അഡ്രസ്സ് ചെയ്തിട്ടായിരുന്നു അന്ന് കത്ത് വന്നതും അതിനുശേഷമുള്ള നടപടികൾ എടുക്കുന്ന സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. ശ്രീ ഭരത് ഭൂഷൺ, അന്നത്തെ ആ കത്തിന് ശേഷം അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ന്യൂനതകൾ അത് എത്രമാത്രം പരിഹരിക്കാൻ കഴിഞ്ഞു, എത്രമാത്രം പരിഹരിച്ചിട്ടുണ്ട്? അല്ല, അത് ഈ കത്ത് കണ്ടത് അത് കെസാക് മെമ്പർ ആയിരുന്നു. അന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ മാംഗ്ലൂരിന് അപകടത്തിന് ശേഷം ഒരു കമ്മിറ്റി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഉണ്ടാക്കി. അത് ഈ അപകടം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലെ DGC ആയിട്ട് വരുന്നത്. അത് ഞാൻ ഏതാണ്ട് ജൂൺ 2012 വരെ ആ തസ്തികയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കത്ത്, മോഹൻ രംഗനാഥന്റെ കത്ത് ഇപ്പം പലതവണ പല സ്ഥലത്തായിട്ട് കാണിക്കുന്നുണ്ട്. അന്ന് മോഹൻ രംഗനാഥൻ ഈ കെസാക് കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണിത്. അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം കെസാക് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇല്ല എന്നുള്ള കാര്യമാണ്. അത് വളരെ ശരിയാണത്. റീസ ഇല്ലായിരുന്നു അന്ന്. പക്ഷെ അതിനുശേഷം ഇപ്പം താങ്കളുടെ റിപ്പോർട്ടർ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ 2012 മാറി. അപ്പൊ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഈ 9 വർഷം മുമ്പാണല്ലോ ഈ കത്ത് വന്നത്. ഈ റീസ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ റൺവേയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള സാങ്കേതിക വിദഗ്ധനല്ലാത്ത ഞാനിപ്പോഴ്, അതും ഇത്ര വർഷത്തിന് ശേഷം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പല തസ്തികകളിൽ വർക്ക് ചെയ്ത ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് ശരിയാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒരു അന്വേഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അവര് എല്ലാ വശവും നോക്കിയിട്ട് ഇതിന്റെ കാരണത്തിലേക്ക് എത്തും. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, പണ്ട് DGCയുടെ കീഴിലായിരുന്നു ഈ അന്വേഷണം നടത്തിയിരുന്നത്. ഇപ്പോഴത് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അത് അന്വേഷണം നടത്തുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് തിരിയും. ഇതിൽ ഒരു സംഗതി ഉള്ളത്, ഇതിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ പൈലറ്റ്സിന്റെ പ്രതിനിധികൾ എപ്പോഴും പറയും പൈലറ്റ്സ് അല്ലാതെ ബാക്കി എല്ലാവരും ആണ് കുറ്റക്കാരെന്ന്. എയർപോർട്ട് അതോറിറ്റിയോട് ചോദിക്കുമ്പോൾ പറയും പൈലറ്റിന്റെ കുഴപ്പം കൊണ്ടാണ് മാത്രമാണ് നടന്നത്, ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ATC പറയും ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് അയാൾ വേറെ ഒരു റൺവേയിൽ ഇറങ്ങിയതെന്ന് പറയും. ഇങ്ങനത്തെ തർക്കങ്ങൾ എപ്പോഴും സാധാരണയാണ് ഇങ്ങനത്തെ ആക്സിഡന്റ് വരുമ്പോൾ. അതൊക്കെ ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം, അത് പക്ഷെ വന്ന ശേഷം നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നടപ്പാക്കണം. അതാണ് ഏറ്റവും പ്രധാനം എന്റെ അഭിപ്രായത്തിൽ. അന്ന് 2011 കത്ത് ഇപ്പോഴും പ്രസക്തമല്ല. ആ പറയുന്ന റീസ ഇപ്പോഴുണ്ടല്ലോ, ഈ അപകടം നടക്കുമ്പോഴും ഉണ്ടല്ലോ. അതെ. അപ്പോൾ തീർച്ചയായും സാർ, ഈ അന്വേഷണം അതിൻ്റെ വ്യക്തതയിലേക്ക് പോട്ടെ. ഏതായാലും അന്നത്തെ കറക്ഷൻസ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അല്ല, ഇതിപ്പോ റീസയുടെ കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. 240 മീറ്റർ നീളവും 90 മീറ്റർ വീതിയുമുള്ള റീസ അവിടെയുണ്ട്. ഭാഗ്യവശാൽ അതുകൊണ്ട് വിമാനം നിന്നില്ല. ഇപ്പോഴത്തെ അതിൽ വേറെ ചില ടെക്നോളജികൾ, അന്ന് ഈ കത്തിലൊന്നും പറയാത്ത വേറൊരു ടെക്നോളജിയെ പറ്റി ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ എഞ്ചിനീയർഡ് മറ്റേ അറസ്റ്റിംഗ് സിസ്റ്റം. അതായത് വിമാനത്തെ ഈ എയർക്രാഫ്റ്റ് കാരിയറിലൊക്കെ പോലുള്ള ഒരു സംവിധാനം, അതായത് വിമാനത്തെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനം റൺവേയുടെ അറ്റത്ത് വേണമെന്നുള്ള ഒരു പോസിബിലിറ്റി ഇപ്പം പറയുന്നത് കേട്ടു. അത് അന്നത്തെ കാലത്തൊന്നും സംസാരിക്കാത്തൊരു വിഷയമായിരുന്നു. അപ്പം കൂടുതൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ഇനിയും വരാം. നമ്മളിപ്പോ പറയുന്നതിന് ശേഷം, അന്ന് മോഹൻ രംഗനാഥൻ പറഞ്ഞ വളരെ ശരിയാണ്, റീസ ഇല്ലായിരുന്നു. അതിനുശേഷം റീസ വന്നു, എന്നിട്ടും ആക്സിഡന്റ് നടന്നു. അപ്പൊ അതിനേക്കാളും കൂടുതൽ ബെറ്റർ ടെക്നോളജീസ് നമുക്കിനി വേണോ? എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ ഒരുക്കണോ? ഇതൊക്കെ ലെറ്റ് എൻക്വയറി റിപ്പോർട്ട് കം. തീർച്ചയായും ശ്രീ ഇ കെ ഭരത് ഭൂഷണാണ് പ്രതികരിച്ച് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് വരുന്നതിന് മുറകെ അതിൻ്റെ കറക്ഷൻസ് സംഭവിക്കട്ടെ എന്ന് അദ്ദേഹവും പറയുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.